എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഉള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കിച്ചണിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ 2 ബെഡ്റൂമിലത്തെയും ഒക്കെ എല്ലാം ഒന്ന് വിരിച്ചിടുകയാണ്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഏട്ടനൊക്കെ പോയി കഴിഞ്ഞു, ഞങ്ങൾ ഭക്ഷണവും കഴിച്ചു കഴിഞ്ഞു, എന്നിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ മോള് ഞാൻ പറഞ്ഞുവല്ലോ, മോളിപ്പോൾ വീട്ടിലിരുന്നിട്ട് പഠിക്കുകയാണ്. അവൾക്ക് ചൊവ്വാഴ്ച മുതൽ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ 2 ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് മീൻ കറിയും മീൻ വറുത്തതും പിന്നെ അമരക്കയുടെ ഉപ്പേരി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ മീനൊക്കെ നേരെയാക്കി വെച്ചിരുന്നു. പിന്നെ ഏട്ടൻ ഇന്നലെ രാത്രി വരുമ്പോൾ കൊണ്ടുവന്ന കുറച്ച് പച്ചക്കറി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഞാൻ കുറച്ച് നേരം, ഒരു അരമണിക്കൂർ നേരം വെള്ളത്തിലിട്ട് വെക്കാറാണ് പതിവ്. അപ്പം നിങ്ങളും പച്ചക്കറി കൊടുന്ന് അങ്ങനെയൊക്കെ കഴുകി വെക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. എന്താ വെച്ചാൽ ഒക്കെ ഒരുപാട് വിഷം അടിച്ചിട്ടാണ് വരണമെന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അതേ പച്ചക്കറി നന്നായി കഴുകി അതിലത്തെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ മത്സ്യം നേരേക്ക് വെച്ചു. രാവിലെ ഞാൻ ചോറും ചുക്കള്ളും വെച്ചതാണ്. പിന്നെ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൂടിയൊക്കെ അധികമാണല്ലോ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടിയും ചുക്കവെള്ളം വെച്ചു. എന്നിട്ട് ആ മൺകലത്തിൽ ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ പതിവ്. മൺകലം ഇപ്പോൾ 2 വർഷമായിട്ട് വാങ്ങിയതാണെങ്കിലും ഉപയോഗമില്ലാതെ ഇരിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ കിച്ചൺ ക്ലീനിങ്ങിൻ്റെ സമയത്ത് അത് പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണ്ടല്ലോ വെള്ളം. അപ്പോൾ ഞാൻ ആ മൺകടത്തിൽ വെള്ളം, ചുക്കുവെള്ളം, ജീരകമിട്ട് തിളപ്പിച്ച് ഒന്ന് ചൂടാറി ഞാൻ ആ മൺകടത്തിലേക്ക് ഇങ്ങനെ വെക്കും. പിന്നെ കഴിഞ്ഞ വർഷത്തെ 2 വർഷമായി ഈ പുളി ഇരിക്കണു, ബാക്കിയുള്ളതാണ്. അപ്പം ഇനിയിപ്പോൾ ശിവരാത്രിയൊക്കെ അല്ലേ, മോൻ ബാംഗ്ലൂരിൽ നിന്ന് വരും, പിന്നെ ഗസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പുളിയിഞ്ചി ഇതിന് മുന്നേ ഞാനൊരു വട്ടം ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇടണില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് പുളിഞ്ഞും കൂടിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് പുളിയിഞ്ചിയാക്കി മാറ്റി ആ പാത്രം കൂടെ ഒഴിവാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് പുളി പിഴിഞ്ഞ് ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ കൗണ്ടർ ടോപ്പും പിന്നെ ഡൈനിങ് ടേബിളും ഒക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ടു കേട്ടോ. മത്സ്യം വറുക്കലും ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് അമരയ്ക്ക, ഇത് കുളിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ അമരയ്ക്ക എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. പിന്നെ അമരയ്ക്ക ഒന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് നുറുക്കി. പിന്നെ മോളിപ്പോൾ സ്കൂളിലേക്ക് പോവാത്ത കാരണം കൊണ്ട് സ്കൂൾ പൂട്ടിയ ഒരു ഫീലിംഗ് കേട്ടോ. രാവിലെ എണീക്കാനും വഴുകും, 7 മണിയൊക്കെ ആകുമ്പോഴേ എണീറ്റ് വരും. പിന്നെ സ്കൂളുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ചോറും ഉപ്പേരിയും രാവിലെ തന്നെ ആവാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും വെക്കില്ല. ഇപ്പോൾ എല്ലാം മെല്ലേവാന്ന് വിചാരിച്ച് എങ്ങനെ 1 മണിയാവുന്ന ഒരു സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഉപ്പേരിയും ചോറും മീൻകറിയും മീൻ വറുത്തതും പിന്നെ പുളിയിഞ്ചി മുഴുവനായിട്ടില്ല, ശർക്കര ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഇനി അതിൽ വറുത്തിടാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് മത്സ്യം കറി വയ്ക്കാൻ കുറച്ച് തേങ്ങ ചിരകിയിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് അരച്ചിട്ട് കറി വയ്ക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചു. മത്തിയാണ്. അപ്പോൾ മത്സ്യം അരച്ചിട്ടും അരയ്ക്കാതെയും ഒക്കെയും വയ്ക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2 തരത്തിലും വയ്ക്കും. അപ്പോൾ ഇന്നിങ്ങനെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമരയ്ക്ക ഉപ്പേരി നുറുക്കി വെച്ചപ്പോൾ ഞാൻ അത് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വേഗം തന്നെ അതും വെച്ചു. ഈ അമരയ്ക്ക ഉപ്പേരിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇടിച്ച മുളകുമാണ് ഞാൻ ഇന്ന് ചേർക്കുന്നത് കേട്ടോ. ഞാൻ ഇടിച്ച മുളകിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഇട്ടുണ്ടായിരുന്നു. നന്നായിട്ട് മുളക് ഉണക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ച് വെക്കുകയാണ് ഞാൻ ചെയ്യാറ്. ഒരുപാട് ഞാനിങ്ങനെ പുറത്ത് സ്റ്റോർ ചെയ്യില്ല, കുറച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയാണ് ഞാൻ ഇങ്ങനെ ഒരു കുപ്പിയിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജിലത്തെ പിന്നെ ഇത് കഴിഞ്ഞ് ഫ്രിഡ്ജിലത്തെ എടുക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി വെയിലത്ത് ഇട്ട് ഉണക്കിയിട്ടാണ് പിന്നെ കുപ്പിയിലേക്ക് എടുക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ വെയിലുണ്ടല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. എല്ലാം ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് ഒരുപാട് മുളകൊന്നും ഉപയോഗിക്കില്ല ഞങ്ങളിവിടെ. അധികം എരിവ് ആർക്കും ഇഷ്ടമില്ല.
അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്റ്റോർ ചെയ്ത് അങ്ങോട്ട് വയ്ക്കും. അപ്പോഴേക്കും ഇവിടെ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പഴുത്ത മാങ്ങയും ഒരു പച്ച മാങ്ങയും. അപ്പോൾ മോളത് മാങ്ങ മുറിച്ച് തരികയാണ്. നേരം 12 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു ഞാൻ ഓരോ മാങ്ങ എടുത്ത് മുറിച്ചിട്ട്, അപ്പോൾ അവൾ മാങ്ങ മുറിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മാങ്ങയും കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഉച്ചത്തെ എൻ്റെ ലഞ്ച് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മത്സ്യം അത് വറുത്തതും കറി വെച്ചതും അമരയ്ക്ക ഉപ്പേരി, ചോറ്, പിന്നെ പകുതിയായ പുളിയിഞ്ചി, 3/4 ഭാഗമായി, ഇനിയൊന്ന് വറുത്തിടും കൂടിയേ വേണ്ടു. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ഉച്ചത്തെ ഭക്ഷണം ഒക്കെ എന്താ കഴിച്ച്, ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ഇതൊക്കെയാണ് എൻ്റെ വിഭവങ്ങൾ കേട്ടോ. ചെറിയൊരു ഉച്ചഭക്ഷണമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കാണുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ ബൈ, സീ യു.